നമസ്കാരം. മരം പെയ്യുക എന്നൊരു പ്രയോഗം എല്ലാവർക്കും അറിയാവുന്നതാണ്. മരം പെയ്യുക എന്ന പ്രയോഗം, അതായത് ഈ മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ മരം പെയ്യും. നമ്മൾ ഈ മരത്തിൻ്റെ കീഴ് പോയി, മഴയെല്ലാം കഴിഞ്ഞ് മരത്തിൻ്റെ കീഴ് പോയി എന്നാൽ ഈ മഴ ഇങ്ങനെ അനുഭവപ്പെടും വീണ്ടും. അതാണ് ഈ മരം പെയ്യുക എന്ന് പറയുന്നത്. നല്ല രസമുള്ള ഏർപ്പാടാണ്. ഞാനിവിടെ മരം പെയ്യുക എന്ന് പറയുന്നത് പാലക്കാട്ടെക്കുറിച്ചാണ്. പാലക്കാട് ഇലക്ഷനൊക്കെ കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. പക്ഷേ ഇലക്ഷൻ്റെ അലയൊലികൾ ഇപ്പോഴും പാലക്കാട് അവസാനിച്ചിട്ടില്ല. പാലക്കാടാണ് ഇലക്ഷൻ നടന്നെങ്കിലും കേരളം മുഴുവൻ ചർച്ചയായ കാര്യങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയേണ്ടി വരും. എല്ലാ പാർട്ടികളിലും മരം പെയ്യുന്നുണ്ട്. സാധാരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ തോൽവിയുടെ കാരണങ്ങൾ പരിശോധിക്കും എന്ന് എല്ലാ പാർട്ടികളും പറയാറുണ്ട്. തോറ്റവരെല്ലാം പറയും, ഞങ്ങൾ തോറ്റതിൻ്റെ കാരണം പരിശോധിച്ച് ഞങ്ങൾ പരിഹരിക്കും, ജനവിശ്വാസം തിരിച്ചു പിടിക്കും, എല്ലാവരും പറയുന്നതാണ്. ജയിച്ചതിൻ്റെ കാരണം കൂടി പരിശോധിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. ജയിച്ചോ? ആഹാ, എങ്ങനെ ജയിച്ചു? ഈ ജയവും ഞങ്ങൾ പരിശോധിക്കും, എന്തുകൊണ്ടാണ് ജയിച്ചതെന്ന് പരിശോധിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് പരിശോധിച്ചിട്ട് നമുക്ക് തോൽവിയിലേക്കാണ് വരേണ്ടത്. എപ്പോഴും തോൽവികളാണല്ലോ വിജയത്തിലേക്കുള്ള മുന്നോടി എന്ന് പറയുന്നത്. പക്ഷേ BJP സംബന്ധിച്ച് തോൽവികൾ മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ല പിന്നെ A+ മണ്ഡലം എന്നൊക്കെ പറഞ്ഞ് പാലക്കാട് മത്സരിക്കാൻ വരും. കഴിഞ്ഞ തവണ നിസ്സാര വോട്ടിന് തോറ്റതാണ്. അതുകൊണ്ട് ഈ വർഷം എന്തായാലും ഞങ്ങൾ ജയിക്കുമെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ കെ സുരേന്ദ്രൻ ആത്മവിശ്വാസത്തിന് പോസ്റ്റിട്ടു, പാലക്കാട് പുതിയ ചരിത്രം പിറക്കാൻ പോകുന്നു, ഞങ്ങൾ ജയിക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിൽ കേട്ടു. ഫലം വന്നപ്പോൾ നടക്കും. ഏതാണ്ട് 10-12,000 വോട്ടിന് തോറ്റു. ഇതെങ്ങനെ സംഭവിച്ചു എന്നാണ് BJPയിൽ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ശക്തി കേന്ദ്രമായ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ നേരത്തെ ഉണ്ടായിരുന്ന വോട്ട് കിട്ടിയില്ല. ബാക്കി പഞ്ചായത്തിലടക്കം എല്ലായിടത്തും പിന്നോട്ട് പോയി. ഇങ്ങനെയൊക്കെ പറയാമോ, ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ എന്ന് സ്വയം ആലോചിച്ച് ഇപ്പോൾ പരാജയത്തിൻ്റെ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് BJP. തെരഞ്ഞെടുപ്പ് ഫലം വന്നതിൻ്റെ അന്ന് തന്നെ തുടങ്ങി തർക്കവും നേതൃത്വത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള നേതാക്കന്മാരുടെ വരവും. ദേശീയ കൗൺസിൽ അംഗമായാലും മുനിസിപ്പൽ കൗൺസിൽ അംഗമായാലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ രംഗത്തെത്തുന്ന കാഴ്ചയാണ് കണ്ടത്. സ്ഥാനാർത്ഥി അത്ര പോരാ എന്നാണ് ഇവരെല്ലാം പറയുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴാണോ സ്ഥാനാർത്ഥി അത്ര പോരാ എന്നുള്ള കാര്യം ഓർമ്മ വന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലുണ്ടായത് എന്ന മറുചോദ്യവും അവിടെ ഉയരുന്നുണ്ട്. ഞങ്ങളപ്പോഴേ പറയുന്നതാണ് കൃഷ്ണകുമാറിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കരുത്, ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള ആരും എന്തായാലും കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നു. ഇപ്പോൾ അന്ന് ഇവരാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ഏതായാലും വിമർശനങ്ങളുടെ കൂരമ്പുകൾ ഏറ്റുവാങ്ങാൻ കെ സുരേന്ദ്രൻ്റെ ജീവിതം ഇനിയും ബാക്കി എന്ന് വേണം പറയാൻ. അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടു. അതായത് മൊത്തത്തിൽ ഈ തോൽവിയുടെ ഉത്തരവാദിത്വം നേതൃത്വത്തിനാണ്. പക്ഷേ നേതൃത്വത്തിനെ നയിച്ചത് ഞാനായതുകൊണ്ട് ഞാൻ വേണമെങ്കിൽ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാം എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത്. രാജ്യസന്നദ്ധത കെ സുരേന്ദ്രൻ ദേശീയ നേതൃത്വം അറിയിച്ചെന്നും രാജിവെക്കേണ്ടതില്ല എന്ന് ദേശീയ നേതൃത്വം പറഞ്ഞതായി കെ സുരേന്ദ്രൻ പക്ഷവും പറയുന്നുണ്ട്. രാജിവെക്കുമോ ഇല്ലയോ എന്ന് വരുന്നുള്ള ദിവസങ്ങളിൽ നമുക്കറിയാം. ഏതായാലും BJP സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് പാലക്കാട് കിട്ടിയത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തുനിന്ന് കിട്ടിയത് തിരിച്ചടിയല്ലേ എന്ന് ചോദിച്ചാൽ അതിന് പറയുന്ന ന്യായം, തീർച്ചയായും ചേലക്കരയിൽ 10-15,000 വോട്ട് BJPക്ക് കൂടിയിട്ടുണ്ട്. അതൊരു വിജയമാണ്. ഗംഭീര പ്രകടനം ഈ പ്രിയങ്ക ഗാന്ധിയുടെ 4 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനിടയിലും വയനാട്ടെ BJP സ്ഥാനാർത്ഥിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു. അതും മികച്ചൊരു നേട്ടമാണ്. പാലക്കാട് മറ്റ് 2 നേട്ടങ്ങളായി നിൽക്കുമ്പോൾ പാലക്കാട്ടെ ഈ ഒരു തോൽവിയെ നിങ്ങൾ എങ്ങനെ തോൽവിയായി വ്യാഖ്യാനിക്കും എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇപ്പം ജയിക്കും എന്ന് പറഞ്ഞ് നടന്ന സ്ഥലത്ത് ഇങ്ങനെ തോൽക്കാമോ എന്നാണ് BJPയിൽ തന്നെ ഒരു വിഭാഗം ചോദിക്കുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാന അധ്യക്ഷൻ ക്യാമ്പ് ചെയ്ത് പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തിട്ട് സ്ഥലത്ത് ഇങ്ങനെയൊക്കെ തോൽക്കുന്നത് ശരിയാണോ? സാധാരണ കെ സുരേന്ദ്രൻ രക്ഷിക്കാൻ നടത്താറുള്ള, കെ സുരേന്ദ്രൻ്റെ കവചം തീർക്കാറുള്ള മുൻ കേന്ദ്രമന്ത്രി ശ്രീ വി മുരളീധരൻ പോലും ഇത്തവണ പറഞ്ഞത്, ഞാൻ മഹാരാഷ്ട്രയിലായിരുന്നു, എനിക്ക് മഹാരാഷ്ട്രയുടെ ചാർജായിരുന്നു, അവിടുത്തെ കനപ്പെട്ട തിരക്കിനിടയ്ക്ക് ഇവിടെ 1-2 ദിവസം വന്ന് പ്രചരണം നടത്തിയെന്നല്ലാതെ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിഞ്ഞുകൂടാ, അത് പ്രസിഡൻറ്റിനോട് ചോദിക്കൂ എന്നാണ്. എങ്ങനെയുണ്ട്? ഇന്ന് അതിന് മറുപടിയായി കെ സുരേന്ദ്രൻ പറഞ്ഞത്, വി മുരളീധരൻ പ്രസിഡൻ്റായിരുന്ന കാലത്തും ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട്, അവിടെ എല്ലാം അതുപോലെ തോറ്റിട്ടുണ്ട്, എന്നിട്ട് പുള്ളി രാജിവെച്ചില്ലല്ലോ എന്നാ. 2004 ശ്രീധരൻപിള്ളയെ രാജിവെച്ചില്ല, പിന്നെ ഞാനതിന് രാജിവെക്കണം എന്നാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. ഏതായാലും BJPയിൽ കാര്യങ്ങൾ അത്ര പന്തിയല്ല എന്നാണ് തോന്നുന്നത്.
അടുത്ത കമ്മിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ചൂടേറിയ ചർച്ചകൾ പ്രതീക്ഷിക്കാം. ഏതായാലും പരസ്യ പ്രസ്താവനകൾ ധാരാളം വരുന്നുണ്ട്. പരസ്യ പ്രസ്താവനകളെല്ലാം പരിശോധിക്കുമെന്നാണ് കെ സുരേന്ദ്രൻ്റെ മുന്നറിയിപ്പ്. അതുകൊണ്ട് പരസ്യ പ്രസ്താവന നടത്തുന്നവർ സൂക്ഷിക്കുക എന്ന് മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സത്യത്തിൽ BJP ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിജയിക്കുമെന്ന് ഞാനടക്കമുള്ളവർ പോലും വിശ്വസിക്കരുത്. കാരണം അത്ര മനോഹരമായ പ്രവർത്തനമാണ് താഴെത്തട്ടിൽ BJP നടത്തിയത് എന്നാണ് അവിടെ നിന്ന് ലഭിച്ച റിപ്പോർട്ടുകൾ. എന്നിട്ടും ഈ വോട്ടുകൾ എങ്ങോട്ട് പോയി എന്നുള്ള ചോദ്യമാണ് ബാക്കി. നേരത്തെ പറഞ്ഞ പോലെ സി കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും തുടരുകയാണ്. ഇന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞത് ഗത്യന്തരമില്ലാതെ കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിയായി. സത്യത്തിൽ ഞങ്ങൾ കുമ്മനഞ്ചിയെ അവിടേക്ക് വിട്ടിരുന്നതാണ്. അദ്ദേഹം പോയി ഓരോ മനുഷ്യരെയും പേഴ്സണലായി കണ്ട് ആര് സ്ഥാനാർത്ഥിയാവണം എന്ന് ചോദിച്ചു. 3 പേരുടെ പേരുകൾ പ്രവർത്തകർ പറഞ്ഞു. 3 പേര് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഒരു 3-4 മണിക്കൂർ ചർച്ച ചെയ്തു. പക്ഷേ മറ്റേ 2 പേരും ഞങ്ങൾക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. ആ താല്പര്യമില്ല എന്ന് പറഞ്ഞ് 2 പേരെ ഒന്ന് നിർബന്ധിക്കായിരുന്നെങ്കിൽ ചിലപ്പോൾ അവർ സ്ഥാനാർത്ഥികളായേനെ എന്നാണ് തോന്നുന്നത്. താല്പര്യമില്ല, നമ്മളൊക്കെ പറയാറില്ല, എന്തെങ്കിലും ചോദിക്കുമ്പോൾ വേണ്ടെന്ന് നമ്മുടെ മനസ്സിൽ വേണം എന്നുണ്ട്, പക്ഷേ വേണ്ട എന്ന് പറഞ്ഞാൽ നിർബന്ധിക്കുമല്ലോ എന്ന് പ്രതീക്ഷിച്ചായിരിക്കും അവർ വേണ്ട എന്ന് പറഞ്ഞത്. ഒന്ന് നിർബന്ധിച്ചുകൂടായിരുന്നു, ഈ പ്രശ്നങ്ങളൊക്കെ അങ്ങനെ തീരുവില്ലായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, വരാനുള്ളത് വഴിയിൽ തങ്ങില്ല എന്ന് മാത്രമാണ് എനിക്കും പറയാനുള്ളത്. ഏതായാലും കെ സുരേന്ദ്രൻ അടുത്ത കമ്മിറ്റിയിൽ പരസ്യ പ്രസ്താവന നടത്തുന്നവരെ കൈയോടെ പിടികൂടും എന്ന് പ്രഖ്യാപിച്ച സ്ഥിതിക്ക് പരസ്യ പ്രസ്താവനകൾ വീണ്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. കാരണം തർക്കങ്ങളും പരിശോധനകളും ഇല്ലാതെ പിന്നെന്ത് പാർട്ടി മുന്നോട്ട് പോട്ടെ, കാണാം.